നോക്കുക, ഒരു ബിയർ നോക്കിയത് പൊട്ടിത്തെറിച്ചെന്ന് തോന്നുന്നു. ബിയർ ഒന്ന് നൈസായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു പ്രാച്ചർ വ്ളോഗ്സ്. നമ്മളിന്ന് എന്താണ് പ്ലാൻ ചെയ്തേക്കണമെന്ന് അറിയാം. ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹോട്ട് ഡോഗാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ബഡീസ് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ലെറ്റസ് വേണം, പിന്നെ അത് പൈനാപ്പിൾ വേണം, പിന്നെ പെപ്പർ വേണം, സോൾട്ട് വേണം, പിന്നെ നോൺ ആൽക്കഹോൾ ബിയർ വേണം. ഇതിപ്പോൾ കുക്കിങ്ങിനൊക്കെ ചിലവർ യൂസ് ചെയ്യണേ നോൺ ആൽക്കഹോൾ ബിയർ. പിന്നെ ഒലിവ് ഓയിൽ വേണം, ഗ്രീൻ ചില്ലി സോസ് അതും വേണം, പിന്നെ ഷെസ്വാൻ സോസ് അതും വേണം, ചീസ് വേണം, സോയാ സോസും വേണം. പിന്നെന്താണെന്ന് വെച്ചാൽ ബട്ടറും വേണം, സോസേജും വേണം, അത് ഹോട്ട് ഡോഗ് ഉണ്ടാക്കാനുള്ള ബണ്ണും വേണം. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പയ്യെ പോവാം. കമോ, അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ഇതെടുത്ത് വെച്ച് നോക്കുക, ഒരു ബിയർ നോക്കിയത് പൊട്ടിത്തെറിച്ചെന്ന് തോന്നുന്നു. ബിയർ നൈസായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ടെമ്പറേച്ചർ ഇത്തിരി കൂട്ടിയിട്ടു സോസേജ് നമ്മൾ ഒരേന്ന് എടുത്തിട്ട് വെട്ടി കൊടുക്കാം. ബിയർ ഇതിപ്പോൾ നൈസായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വെള്ളമായാലും സീനൊന്നുമില്ല ബോയിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ബഡീസ് ഞാൻ അതൊന്ന് മാറ്റി വെച്ചേക്കാനായിട്ട് വേറൊരു പാൻ എടുത്തിട്ടാണ് നമ്മുടെ പൈനാപ്പിൾ റോസ്റ്റ് ചെയ്യാനായിട്ട്, ഫ്രൈ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് നമ്മൾ പൈനാപ്പിൾ ഇത് ചെയ്ത് കൊടുക്കും. ഓക്കെ, സെറ്റാണ്. ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ഡേ ഇത്തിരി ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിലും പിന്നെ ഇത്തിരി ബട്ടർ എടുക്കുക. ബട്ടർ ചേർക്കുന്നുണ്ട്, ആഡ് ചെയ്യണം. ബട്ടർ സാധനം ബട്ടർ ഇത്തിരി ആഡ് ചെയ്താൽ ബട്ടർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഒണിയൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി ഒണിയൻ ഇടുക. പിന്നെ ഈ സൈഡിൽ സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ റെഡ് ചില്ലി ഗ്രീൻ ചില്ലിയും എടുക്കണം. പിന്നെ ഇത്ര മതി നമുക്ക് മെയിനായിട്ട്. പിന്നെ ഗാർലിക്കും വേണം. ഗാർലിക് എടുക്കാം. ഓക്കെ, ഗാർലിക് കാരണം മതി. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ. അത് നൈസായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത്തിരി ബട്ടർ ആഡ് ചെയ്തിട്ട് ഹോട്ട് ഡോഗും നമ്മുടെ സോസേജ് ഒന്ന് ഫ്രൈ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, നേരത്തെ വെച്ച ഹോട്ട് ഡോഗ് സെറ്റ് ചെയ്ത് വെച്ച ഹോട്ട് ഡോഗ് സാധനം ഇങ്ങനെയാണ് പൊളി സാധനം മൂടാറുണ്ട്. അതൊന്ന് നൈസായിട്ട് എടുത്തിങ്ങനെ സോസേജ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ തരില്ല. അത് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. കൈ
ബഡീസ് നമ്മൾ എന്താ എടുത്തേക്കണെന്ന് വെച്ചാൽ ഗ്രീൻ ക്യാബേജും റെഡ് ക്യാബേജും ലത്തീഫും പിന്നെ നമ്മുടെ ക്യാരറ്റും പിന്നെ ജസ്റ്റ് ഇത്തിരി പെപ്പർ ആഡ് ചെയ്യുക, പിന്നെ നൈസായിട്ട് ഇത്തിരി സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെയിൻ സാധനം ബണ്ണ്. അതിനുള്ള ബണ്ണത് ഇങ്ങനെ ഇട്ടില്ല സാധനം നമ്മൾ നൈസായിട്ട് നടക്കുന്നു, ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട ഇങ്ങനെ സാധനം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് സാധനം കണ്ട ഇങ്ങനെ വരും. ഇവിടെ ചൂടായി കൊടുത്തിട്ട് ഇപ്പോൾ വടീസ് നമ്മുടെ ബണ്ണ് ഏകദേശം നമ്മുടെ ബണ്ണ് സെറ്റായിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പ് ഒരു മയോണൈസ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. വടീസ് മയോണൈസാണ് നമ്മുടെ ഇത്തിരി മയ കൊടുത്തിട്ട് ഒരു മയമില്ലാത്തവരെ പിന്നെ ഇങ്ങനെ നൈസായിട്ട് കൊടുക്കുക. പിന്നെ തന്തൂരി മയോണൈസ്, വേറെ ടൈപ്പ് ഒരു മയോണൈസാണ്. അതിന് നൈസായിട്ട് ആഡ് സോസേജ് എടുത്തിട്ട് നൈസായിട്ട് ഇത് നൈസായിട്ട് മൂട് സാധനമല്ലേ കൊള്ളാം. ഇതിന് ആഡ് ചെയ്ത ഫ്രൈ ചെയ്ത പൈനാപ്പിളും ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് കൊടുക്കുക. മറ്റേ ലത്തീഫും റെഡ് ക്യാബേജ് അതും പിന്നെ ക്യാരറ്റൊക്കെ കൂടി ഇട്ടൊരു സാധനം അത് കൊടുക്കുക. സോയാ സോസ് ഇത്തിരി നമ്മുടെ സോസേജ് നമ്മുടെ ഇത് ആഡ് ചെയ്യുക. ഇതുപോലത്തെ ഒരു സോസേജ് ഇതുപോലത്തെ ഒരു ഹോട്ട് ഡോഗ് നിങ്ങൾ ജന്മത്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പൊളി സാധനം. സോസേജ് റെഡി. ട്രൈ ചെയ്യാനായിട്ട് വേറെ ആരെല്ലാം വിളിക്കണം ഇതിലാണ് തന്നെ. അപ്പോൾ ബഡീസ് നമ്മുടെ ഹോട്ട് ഡോഗിൻ്റെ റിവ്യൂ നമ്മുടെ ഡിലം പറയും. സാധനം അങ്ങനെ ഉണ്ട്, മൂഡ് സാധനം എന്നാണ് ഡിലം പറയണത്. അപ്പോൾ ബഡീസ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണാണ് സാധനം അങ്ങനെ ഉണ്ടെന്ന്. മൂട് താണം, ചീത്ത മൂട് താണം. പക്ഷെ കച്ചക്ക് കൊടുക്കാം. കച്ചക്ക് എങ്ങനെയുണ്ട്? കച്ച റിവ്യൂ നോക്കി മൂടാണോ? അടിപൊളിയാണെന്നാണ് എല്ലാവരും ബഡീസ്. അപ്പം അടിപൊളി സാധനമാണ്, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. ഒന്നും ഇരുന്നിട്ടും പാടില്ല, പൊളി സാധനം. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഒന്ന് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹോട്ട് ഡോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, തിന്ന് നോക്കി. അതായത് നിങ്ങൾ ഉണ്ടാക്കി തിന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റാ, ബൈ. പൈനാപ്പിൾ വേണം. പിന്നെ ചിലി. ഈ സാധനത്തിൻ്റെ പേരെന്താണോ? ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? ഇതെന്താണ്? ലത്തീഫും വേണം.